ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയിൻ സ്ക്വയറിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ വീഡിയോയിൽ. ഇന്നത്തെ ഇവിടുത്തെ മെയിൻ കാഴ്ച ആശംസയും സഹായവുമൊക്കെ അർഹതപ്പെട്ട ഒരു അപ്പൂപ്പൻ ഇവിടെ നിൽപ്പുണ്ടേ. പുള്ളി എത്രയോ മണിക്കൂറുകളായിട്ട് ഇങ്ങനെ പുള്ളി ഹാൻഡ് മെയ്ഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റൊക്കെ യൂസ് ചെയ്തിട്ട് നിന്ന് പാട്ട് പാടുകയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ പുള്ളി തന്നെ ആയിരുന്നു. ഞങ്ങൾ ആദ്യം തന്നെ ഫിഷിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. ഫിഷ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിന് മുമ്പ് ചൂര വാങ്ങിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്തവണയും ചൂര വാങ്ങുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ കയറിയപ്പോൾ, ഞങ്ങളുടെ നാട്ടിൽ ചെങ്കലവ എന്നാണ് പറയുന്നത്, കിളിമീൻ എന്നൊക്കെ പറയുമല്ലോ, കിലോയ്ക്ക് €5.50 ആയിരുന്നു. അപ്പം ഞങ്ങൾ അത് 1 കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ ആ ഫിഷിൻ്റെ ക്രൊയേഷ്യൻ നെയിം കൂടി പഠിച്ചോ കേട്ടോ, അർബുൻ. ഞാൻ ഇന്നലെയാണ് അത് പഠിച്ചത് കേട്ടോ ആദ്യമായിട്ട്. എന്തായാലും ഞങ്ങളുടെ ഫേവററ്റ് മീൻ ഇന്ന് കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ചൂര അച്ചാർ ഇതിനോടകം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചൂരയും കൂടി നോക്കാൻ ഇറങ്ങി. അപ്പോൾ അന്നത്തെ പോലെ തന്നെ ചൂര €13 ആണ് 1 കിലോയ്ക്ക്. ഇന്നും കറക്റ്റ് €11 ഒരു ചെറിയ ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നേ. മാത്രമല്ല ഞങ്ങൾ നോക്കിയപ്പോൾ ആ പുള്ളിക്കാരി പലർക്കും കട്ട് ചെയ്തിട്ടാണ് മീൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ചൂരയുടെ തലയൊന്നും വേണ്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാൻ നോക്കിയപ്പോൾ തലയെല്ലാം വേസ്റ്റിൽ കളയാൻ വെച്ചേക്കുന്നത്. ആകെ 3 തലയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഇങ്ങ് തരാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും മീനാണ് ഞങ്ങൾ കറക്റ്റ് വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് നേരെ മീറ്റിൻ്റെ സെക്ഷനിൽ പോയിട്ട് കുറച്ച് മട്ടനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മട്ടൺ കിലോയ്ക്ക് €16.50 ആണ് കേട്ടോ. പിന്നെ ഇതിനോടകം സാഗ്രിബിൽ ചന്തയിൽ വന്നവരൊക്കെ നോട്ട് ചെയ്ത് കാണും, നമ്മുടെ ഇന്ത്യൻസ് തന്നെ സെയിൽ ചെയ്യുന്ന കുറച്ച് വെജിറ്റബിൾ ഉണ്ട്. എനിക്കവർ ഇന്ത്യൻ ആണോ നേപ്പാളാണോ എന്ന് കറക്റ്റ് കൺഫേം അല്ല. പക്ഷെ അവരുടെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പാവയ്ക്ക, പച്ചമുളക്, വെണ്ടയ്ക്ക, അതുപോലെ കപ്പയ്ക്ക ഉണ്ടായിരുന്നു, ഉള്ളിപ്പൂവുണ്ടായിരുന്നു, നമ്മുടെ കുഞ്ഞു കുഞ്ഞു ചേമ്പുണ്ടായിരുന്നു, കുറച്ച് ഏത്തയ്ക്ക ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഇഞ്ചിയും മാങ്ങയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് ഓൾറെഡി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്. നമുക്ക് കിട്ടാത്ത സാധനങ്ങളാണല്ലോ വാങ്ങിക്കേണ്ടത് എപ്പോഴും. അപ്പോൾ അവിടെ നിന്ന് ചേച്ചി പറഞ്ഞു, ആ വീഡിയോ എടുത്തോ എന്നിട്ട് ഫ്രണ്ട്സിനോടൊക്കെ പറയണം കേട്ടോ, ഞങ്ങളിവിടെ കച്ചവടം ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു ചെറിയ യൂട്യൂബറാണ്, വീഡിയോ എടുത്ത് ഇടുന്നുണ്ട്. അപ്പം എന്തായാലും കാണുന്ന ആരെങ്കിലുമൊക്കെ അന്വേഷിച്ച് വരാതിരിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെന്തായാലും പാവയ്ക്കയും മല്ലിയിലയും പുതിനയിലയും മാത്രമേ വാങ്ങിയുള്ളൂ. ഞാൻ പാവയ്ക്കയുടെ ബിഗ് ഫാനാണ് കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ സ്ട്രോബെറി വിൽക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പം ഈ പുള്ളി വന്നിട്ട് ആദ്യം പറഞ്ഞു 1 ബോക്സ് 3 എന്ന്. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടുടഞ്ഞ പുള്ളി പറഞ്ഞു, ഓക്കെ നിങ്ങൾക്ക് 2 പെട്ടി ഞാൻ €4 തരാമെന്ന്. അപ്പം തന്നെ ഞങ്ങൾ വാങ്ങി. ഞങ്ങൾക്ക് എന്തായാലും അത് നല്ല ലാഭമായിട്ട് തോന്നി കേട്ടോ. സെൻട്രലിൽ നല്ല പാർക്കിംഗ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് ട്രെയിനിലാണ് പോയിരുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളെന്തായാലും നല്ല അഫോർഡബിൾ ഷോപ്പിംഗ് ചെയ്ത സന്തോഷത്തിൽ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. ബൈ ബൈ.